ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നല്ല മടിയുള്ള ദിവസം ഒരു ബിരിയാണി കഴിക്കണമെന്ന് തോന്നിയാൽ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണിത്. ഇതിന് ബിരിയാണിയെന്നോ പുലാവെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച റെസിപ്പിയാണ്. ഇതിലേക്ക് വേണ്ടത് പച്ചമുളക്, തക്കാളി, സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില. പച്ചമുളകിൻ്റെ എണ്ണം കണ്ടിട്ട് ആരും പേടിക്കണ്ട, ഒട്ടുവിരില്ലാത്ത പച്ചമുളകാണ്. ഇനി കുക്കറിലേക്ക് സെയിം അളവിൽ നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കുക. ഇനി ഹോൾ സ്പൈസസ് ഇടുക. അതൊന്ന് മൂത്ത് വരുമ്പം ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫുൾ ഐറ്റംസും ഇതിലേക്ക് ഇടുക. എന്നിട്ട് കുക്കർ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്കർ അടച്ച് വെക്കുക. വിസിൽ ഊരിയിട്ട് വേണം അടച്ച് വെക്കാനായിട്ട്. ഇതുപോലെ കിട്ടും. നല്ലതുപോലെ വഴണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ഈ സമയം ഇതിലേക്ക് നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് ഇത്രയും ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ അളവൊക്കെ നമുക്ക് ഇഷ്ടത്തിന് എടുക്കാം. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഇത്ര ഐറ്റംസാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലയാണ് ഇവിടെ എടുക്കുന്നത്. അതും കൂടി ഇട്ട് നമ്മുടെ ഈ ഗ്രേവി നല്ലതുപോലെ വഴണ്ട് വരണം. അപ്പം മാത്രമേ ചിക്കൻ ഇട്ട് കൊടുക്കാവുള്ളൂ. ഇനി ചിക്കനും ഗ്രേവിയൊക്കെ ഒരു 5 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് സെറ്റ് ആവട്ടെ. ആ സമയം നമ്മൾ അരമണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്ന ബസുമതി റൈസാണ്. ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും 3 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റിലായിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡിയായി. ഒരൊറ്റ വിസിലേ അടുപ്പിക്കാവുള്ളൂ. ഒന്നിൽ കൂടുതൽ വിസിലടിച്ചാൽ വെന്ത് കുഴഞ്ഞു പോകും. അപ്പം ഇതിൻ്റെ കൂടെ മയണൈസോ സാലഡോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ടൈം നമ്പർ ടാറ്റാ, ബൈ ബൈ.